ശക്തിയും. വാക്കും ചിന്തയും കർമ്മവും ഭക്ഷണവും എന്തിന് നമ്മുടെ നിശ്വാസം പോലും സംസ്കൃതമായി മാറുമ്പോൾ ഇവിടെ സംസ്കൃത ലോകം യാഥാർത്ഥ്യമാവുകയാണ്. സംസ്കൃത ശ്രവണത്തിലൂടെ സജനധന്യമായ വാചാലതയിലെത്തിക്കുന്ന അപൂർവ നിമിഷങ്ങൾ. മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടും സംസ്കൃത അന്തരീക്ഷം കൊണ്ടും പ്രോജ്വലമായ ഗ്രാമവീഥികളിൽ സത്സംഗം തരുന്ന ഊഷ്മള തേജസ് ശുദ്ധ നവനീതം പോലെ ഒഴുകി പടരുകയാണ്. വിതരസസ്യ തരുലതാസുരസ വിശേഷമാദരാത് വിതരസസ്യ തരുലതാസുരസ വിശേഷമാദരാത് ചന്ദ്ര ആനിക്കാട് ദേശത്ത് അക്ഷരാർത്ഥത്തിൽ സംസ്കൃത ശിബിരം മറ്റൊരു വിസ്മയമായി മാറുകയായിരുന്നു. മാതരഃ പ്രദർശനേന നന്ദയന്തി ബാലകാൻ മാതരഃ പ്രദർശനേന നന്ദയന്തി ബാലകാൻ തവ കരേണ തോഷയന്തി ശാവകാൻ പക്ഷിണസ്ത തവ കരേണ തോഷയന്തി ശാവകാൻ ചന്ദ്ര ശ്വേതകിരണ സുന്ദര നീലഗഗന മന്ദിര സകല ജന മനോഹര ചന്ദ്ര
अत्र पश्य तत्र पश्य एकत्र पश्य सर्वत्र पश्य जयतु आपणे पश्य सर्वे वदति अहं वदामि माता वदति जयतु अस्माकं भाषा जयतु पठतु लिखतु जयतु ആനിക്കാട് ദേശത്തിൽ സംസ്കൃതത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നടന്ന ഗ്രാമപ്രദക്ഷിണം. അമൃതൂർന്ന സംസ്കൃത ശ്രവണത്തിലൂടെ സജനധന്യമായ വാചാലതയിലെത്തിക്കുന്ന അപൂർവ നിമിഷങ്ങൾ. മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടും സംസ്കൃത അന്തരീക്ഷം കൊണ്ടും പ്രോജ്വലമായ ഗ്രാമവീഥികളിൽ സത്സംഗം തരുന്ന ഊഷ്മള തേജസ് ശുദ്ധ നവനീതം പോലെ ഒഴുകി പടരുകയാണ്. സംസ്കൃത മന്ദാകിനിയുടെ പ്രസന്ന പ്രവാഹത്തിൽ സകല മനുഷ്യ വൈകൃതങ്ങളും മാഞ്ഞുപോവുകയാണ്. ആധ്യാത്മിക സത്യങ്ങളുടെ പൊരുൾ തേടിയുള്ള യാത്രയിൽ ഋഷീശ്വരന്മാർ സാക്ഷാത്കരിച്ച അനുഭൂതികളുടെ വാങ്മയങ്ങളിൽ നിന്ന് ഓം പൂർണ്ണമദ പൂർണ്ണമിദം എന്ന സത്യം തിരിച്ചറിഞ്ഞ നൈർമല്യത, ശുദ്ധമായ ലൗകികതയ്ക്ക് അലൗകികമായ ദീപ്തി പകരുന്ന സംസ്കൃത ആസ്വാദനം. ആചാര്യസ്വാമികളുടെയും നാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും മറ്റനേകം മഹാമനീഷികളുടെയും പാതയെ പിന്തുടർന്നുകൊണ്ട് മലയാളക്കരയിൽ സംസ്കൃത പ്രവർത്തനമെന്ന ഈ ദേശീയ നവോത്ഥാനത്തിന്റെ സംയോജകത്വം സംസ്കൃത ഭാരതിയുടെ കേരള ഘടകമായ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലങ്ങളായി അനവരതം നിർവഹിച്ചു പോരുന്നു. 1981 രൂപം കൊണ്ട ഈ സംസ്കൃത സംഭാഷണ പ്രസ്ഥാനം നിരന്തരവും ഭഗീരഥവുമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ജനഹൃദയങ്ങളിൽ സംസ്കൃത തരംഗങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതിനോടകം തന്നെ 34 വിദേശ രാഷ്ട്രങ്ങളിലടക്കം സജീവ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രവും ഭാഷയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം ദൃഢീകരിക്കുന്നതിലൂടെ ഭാരതത്തെ ഒരിക്കൽ കൂടി ലോക ഗുരുസ്ഥാനത്തേക്ക് ഉയർത്തുവാൻ സാധിക്കുമെന്ന് സമാജമനസ്സും തിരിച്ചറിയുവാൻ തുടങ്ങിയിരിക്കുന്നു. ദേശസേവാ മനോഭാവമുള്ള സംസ്കൃത പ്രേമികളോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ: ഈ അമരവാണിയുടെ ഈശ്വര ഭാഷയുടെ സന്ദേശവാഹകരായി നമുക്ക് മാറാം. സമർപ്പണ ഭാവത്തോടെ സംസ്കൃത പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാം.